ഈ റീല് ഞാൻ പൊളിക്കും. ഞാനൊരു റീലെടുക്കാൻ പോവുകയാണ്. നീ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ പോയാൽ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? എന്താ 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 ഇപ്പം നടന്നത്? ഞാൻ എന്താ ചെയ്തേ? നിനക്കൊന്നുമില്ല, ഒന്നുമില്ല. വേണം, ജാതകം ഒന്ന് നോക്കിക്കണം. ശരിയാണ്, നമുക്കൊരു ജോത്സ്യനെ കാണാം. അതെ, ഓക്കെ ഓക്കെ. നമസ്കാരം. കാണണമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു. ഞാൻ ഓരോ വഴി വരെ വന്നതാ, വെറുതെ ഒന്ന് കയറിയതാ. എന്താ പ്രശ്നം? മകൻ്റെ ജാതകം ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. എന്തുപറ്റി? അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ട്. ഒന്ന് നോക്കിച്ചാ നന്നായിരുന്നു. എന്നാ ജാതകം എടുത്തോളൂ. ഇതാ ജാതകം. ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് പറയാം. ഓക്കെ, നോക്കണം. ശരിയപ്പോ സണ്ണി വിളിച്ചിരുന്നു. അവനിപ്പോൾ നാട്ടിലുണ്ട്. ആ, വരട്ടെ, നമുക്കൊന്ന് സംസാരിക്കാം. അതെ അതെ, വരുമ്പോൾ സംസാരിക്കാൻ കാര്യമില്ല. അതെ. ഹലോ ഹലോ. സണ്ണി, നീ വന്നു അല്ലേ? വന്നു നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. ഓ ഓക്കെ, ഇങ്ങനെ കാണാനിരിക്കുകയായിരുന്നു. ആ പറയൂ. ഇങ്ങനെ കാണുമ്പോൾ സംസാരിക്കണം. ഓ എന്താണ്? മറന്ന കാര്യമാണ്. അമ്പട കേമ സണ്ണി കുട്ട ഇരിക്കാം. ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. എന്താണെന്ന് അറിയില്ല. അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം. സൈക്കോസിസിൻ്റെ പല അവസ്ഥകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഭയാനകമായ ഒന്ന് ഇതാദ്യ. ഈശ്വര, പരിചയപരമായ അനുഗ്രഹം കുറവാണോ? അത് നമുക്ക് ശരിയാക്കാം. എല്ലാത്തിനും പോകാൻ വഴിയുണ്ട്. ശരിയാക്കാം. സന്തോഷം. കിടന്നോളൂ, ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, താങ്ക്സ് ഏമാ. ഓക്കെ, അപ്പോൾ പല പല സൗണ്ടുകളൊക്കെ കേൾക്കുന്നു വരും. ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ ഇവിടെ പതിവാ. ആണോ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ലൈറ്റ്. ശരി. കാലിനെ കാലം കയറ്റി വെച്ച് ചളുവഴിച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടപ്പുപ്പായിടണമെങ്കിൽ ഇവനെ പോലെ പാർട്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടിക്കൊണ്ടിട്ട് ഇപ്പൊ എന്ത് കോപ്പൽ കേട്ടാണ് ഇതെവിടുന്ന് കേൾക്കണം? ഇതായിരിക്കും പറഞ്ഞ ഡയലോഗുകൾ. തീർന്നു തോന്നണം. കിടന്നുറങ്ങിയേക്കാം.
ആ സണ്ണി 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 എഴുന്നേക്കൂ. ഞാൻ ആ പ്രേമിലേ ഇല്ല ഇല്ല. ഓ, ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത്? ഇന്നലെ രാത്രിയിലത്തെ കലാപരിപാടിയും ഡയലോഗും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എവിടെയോ കിടന്നുറങ്ങി. എന്ത്? അതെ, ഹേമ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഡയലോഗ്സ് ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴും ഇത് തന്നെയാ പ്രശ്നം. ആണല്ലോ. എന്തെങ്കിലും ഒരു വഴി വേണം. ഞാൻ ആലോചിച്ചിട്ട് ഇതിന് ഒരു പ്രതിവിധിയേ ഉള്ളൂ. ഇവനെ നമുക്ക് പിടിച്ച് കെട്ടിക്കണം, എന്നാലേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും. കെട്ടിക്കാം, അതേ രക്ഷയുള്ളൂ. നമസ്കാരം. നമസ്കാരം. എന്തായി തിരുമേനി, നോക്കിയോ? ഞാൻ ജാതകം നന്നായിട്ട് പരിശോധിച്ചു. ഇതിനുള്ള ആകെ ഒരു പ്രതിവിധി അപ്പുവിൻ്റെ വേളിയാണ്. ഞാൻ പറഞ്ഞില്ല. അതാ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കായിട്ട് തീരുമാനിക്കാം. സമയം തീയതിയൊക്കെ കുറിച്ചുകൊണ്ട് ഒട്ടും വലിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. അത് തന്നെ നല്ലത്. അതെ, എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. നോക്കാം നോക്കാം. ഈ ഫോട്ടോ ഒന്ന് നോക്ക്, നല്ല കുട്ടിയാ, എനിക്കിഷ്ടപ്പെടും. നിങ്ങൾക്കാരാ? കേട്ടോ, നീ ഇപ്പൊ ആരോടാ സംസാരിച്ചേ? ഇല്ലില്ല, ഒന്നുമില്ല. നാളെ എന്തായാലും പെണ്ണ് കാണാൻ പോകണം. നമുക്ക് പോയേ പറ്റൂ, കുട്ടിയെ കാണുമ്പോൾ നേരിട്ട്. നമുക്കല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല, പോയി കാണാൻ സംസാരിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. കവിതമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും എനിക്കിതൊന്നും വലിയ പരിചയമില്ല. കുട്ടി റീലൊന്നും കാണാറില്ലേ? സിനിമയൊന്നും താല്പര്യമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം.
മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കിലെ വാസന്തരാം പട്ടുമെന്ന് വിരിച്ച വീരിരുത്താം ഇവരും കല്യാണ പാട്ടുപണിയുണർത്താം താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുന്നു ചുവടുവച്ചു പാടാം ശുഭയാത്രേ ഒരു സെൽഫി എടുത്താലോ എന്നാ നമുക്ക് എല്ലാവർക്കും. ഏട്ടായി പാല്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? ഇല്ല, കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഇതാരാ? ഇതാരാന്നറിയില്ലേ? ഇല്ല. അയ്യോ ഏട്ടാ. അച്ഛാ, അമ്മേ. സണ്ണി സണ്ണി വേഗം വരൂ. എന്താ പറ്റിയ? പെട്ടെന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണു. കുഴപ്പമില്ല കുഴപ്പമില്ല, പേടിക്കണ്ട, ഞാൻ ഇപ്പം ശരിയാക്കാം. അപ്പോ എൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ഇനി വെറും 5 നിമിഷത്തിനുള്ളിൽ നീ ഒരു പുതിയ അപ്പുവായി എഴുന്നേക്കാൻ പോവാണ്. In 5 seconds you are going to wake up, Appu. Wake up, wake up. Open your eyes, open your eyes. നീ ആരാണ്? നീ ആരാണ്? ഞാൻ അപ്പു, മംഗലം വീട്ടിലെ അപ്പു. കീർത്തനെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവുന്നു.
ഇന്നാ കൊണ്ടുപോയിക്കോ, ഇനി ഒന്നും പേടിക്കാനില്ല. മൂന്ന് മാസങ്ങൾക്ക് ശേഷം മംഗലം വീട്ടിലെ അവസ്ഥ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാവരും വിളിച്ചിരുന്നത്. വെക്കടാ വെടി ഇതിനെന്താ കാണിക്കണേ? ഇത് ഞങ്ങളുടെ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായതുകൊണ്ട് ധാരാളം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. സാദരം ക്ഷമിക്കുകയാണ്.